birthday to you. ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഒരു 2-3 ദിവസത്തെ വീഡിയോ ഒക്കെ ആണെന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് പോർഷൻസ് ആയിട്ട് എടുത്ത് വെച്ച കാരണം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടുന്നേക്കാളും ഭേദമാണല്ലോ. അപ്പോൾ ഞാനും അമ്മയും വിജിയും പിന്നെ ശിവും കൂടെ ഞങ്ങളൊന്ന് അമ്പലത്തേക്ക് പോകണം കേട്ടോ. നമ്മുടെ തൃശ്ശൂരുള്ള അവണയങ്കാട് അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഡയറ്റായ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു, കടല കഴിച്ചു, മറ്റേ വെള്ളക്കടലയില്ലേ അത് കഴിച്ചായിരുന്നു. പിന്നെ അതേ ശിവുവിന് വാരി കൊടുക്കുകയാണ്. ഞങ്ങൾ പോയ ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും നല്ല തിരക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അവിടെ പിന്നെ ഉച്ച വരെ അങ്ങോട്ട് ടൈമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ മെല്ലെയാണ് ഇറങ്ങിയത്. അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത്. ശിവുവിന് അംഗനവാടിയിൽ വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ശിവുവിനും കൂടെ കൈ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി. അപ്പോൾ ശിവുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ അത് കാരണം കൊണ്ട് ആകെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട, അത് കാരണം കൊണ്ടാണ് ഞാൻ ഓരോ ദിവസം എടുത്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തിയിട്ടാണ്. അമ്പലത്തിലെത്തി അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ എന്താ പറയുക സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജിക്ക് സർബത്ത് വേണമെന്ന് പറഞ്ഞു, സർബത്ത് കുടിച്ചു. ഞാൻ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടാണ് കഴിച്ചത്. പിന്നെ ശിവുവിന് ഇത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വിജി ഒരു ടോപ്പ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും സെറ്റായില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പിന്നെ ശിവുവിന് എന്തൊക്കെയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ പോണ വഴിക്കാണെന്നുണ്ടെങ്കിലോ മുണ്ടൂർ പള്ളിപ്പെരുന്നാളാണ്. ഇവിടെ പിന്നെ മുണ്ടൂർ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിജി ഇന്ന് തന്നെ പോവും, അവളുടെ വീട്ടിൽ പോവും. അപ്പോൾ ഞങ്ങളുള്ള ദിവസം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ പള്ളി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും ടയേർഡായില്ലെന്ന് വിചാരിച്ച് കുട്ടൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പോവാം, പറ്റുമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ വിജി എന്തായാലും ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നേരെ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വാശി കൂടുതലാണ്. അപ്പോൾ ശിവൻ്റെ കയ്യിലിരിക്കുന്ന പാവ അന്ന് വിജി മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ വിട്ടിട്ടൊരു കളിയില്ല, ഭയങ്കര കളിയാണ്. പിന്നെ ശിവാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായി. അപ്പോൾ അത് കാരണം എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ശിവന് ഒരു ജീൻസ് എടുത്തായിരുന്നു ഞങ്ങൾ. പക്ഷെ അതിന് പറ്റിയിട്ടുള്ള ടോപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ശിവതേ മെല്ലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ടോയ്സോ എന്തെങ്കിലുമൊക്കെ കാണണം. അപ്പോൾ അവളുടെ കയ്യിലുള്ളതല്ല, വേറെ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിജി നേരെ പോയി. ഞങ്ങളിതേ കുട്ടും ഞാനും പിന്നെ ജിഷ്ണു ചേട്ടനും കൂടിയിട്ട് ഞങ്ങൾ ഇത് എന്താ പറയുക പള്ളിപ്പെരുന്നാൾ കാണാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോനുണ്ടല്ലോ, അവനും വൈഫും ആദർശ് ഞങ്ങൾ അമ്പാടിയിൽ നിന്ന് കുളിക്കുന്ന കണ്ടിട്ട് അവൻ ഞങ്ങളുടെ വ്ളോഗ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ബലൂണൊക്കെ മേടിച്ച് മറ്റേ എന്തോ സംഭവങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ വലിച്ചിങ്ങനെ ആക്കണ സാധനം, അതൊക്കെ മേടിച്ച് ഞങ്ങളിതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ കണ്ടിട്ടൊന്ന് മടങ്ങി വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വീട്ടിലിരുന്നിട്ട് പോകാമല്ലോ എന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരുന്നാളൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ മടങ്ങിയതും ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കൂടി. പക്ഷേ ഞങ്ങൾ തിരിച്ച് ഒന്നുകൂടെ പോയി കാണാമല്ലോ എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഇത് ബർത്ത്ഡേയുടെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സ് അന്നത്തേക്കുള്ള ഡ്രസ്സ് തന്നെ ഇട്ടത്. അപ്പോൾ ഞങ്ങളുണ്ട്, പിന്നെ അച്ഛൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുട്ടു വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ റിസോർട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വാടനപ്പള്ളി റിസോർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ ശിവുവിന് ഫസ്റ്റ് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ, അതായത് എൻ്റെ ഏട്ടത്തിയുടെ അമ്മ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ആളൊന്ന് ഒതുങ്ങി. ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ആൾ കളിക്കാൻ നിൽക്കുമായിരുന്നു അവിടെ. അപ്പോൾ അവൾക്ക് പിന്നെ വലിയച്ഛൻ വെച്ചപ്പോൾ ജീവനാണ്. അതുപോലെ തന്നെ എല്ലാവരും, അവളുടെ വല്യമ്മയായാലും മേമയായാലും അച്ഛച്ചന അമ്മമ്മ അങ്ങനെ എല്ലാവരും
എല്ലാവരും ഭയങ്കര ജീവനാണ് അവൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കുറച്ച് ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഫാമിലിയും കുട്ടൻ്റെ ഫ്രണ്ട്സും വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഗ്രാൻഡ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇപ്പുറത്ത് ബീച്ചാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു, ബീച്ച് സൈഡാണ്. നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ നമ്മുടെ ഷിവുവിൻ്റെ പരിപാടിയെ കാരണം പിന്നെ ഒന്നും പറയണ്ട, ഇതെൻ്റെ ചേട്ടത്തിയാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഷിവുവിന് കടലിലിറങ്ങണമെന്ന് ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കടലിലിറങ്ങിയ സീനാണ്. മറ്റേ മണൽ മൊത്തം വാരി പെറുക്കി ഇങ്ങനെ നടക്കുക, അതിൽ മൊത്തം കളിക്കുക. പിന്നെ അവളുടെ അനിയൻകുട്ടൻ വന്നിട്ടുണ്ട്, അമ്പാടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര കളിയായിരുന്നു മണലിലൊക്കെ. അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ടൈം ആവുന്നുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷം കേക്ക് മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എത്തിയിട്ടില്ല ഇപ്പോൾ, എന്നിട്ട് കേക്ക് മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കേക്ക് തന്നിട്ടുള്ളത് ക്യാപ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർ അടിപൊളിയായിട്ട് കേക്ക്സ്, നമ്മൾ മുൻപൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ. നല്ല അടിപൊളി ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. ഫുഡും ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഷിവുവിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ബർത്ത്ഡേ ആയാലും കുട്ടൻ്റെ ബർത്ത്ഡേ ആയാലും ആരുടെ ബർത്ത്ഡേ ആയാലും അവൾക്ക് കേക്ക് മുറിക്കണം, അങ്ങനത്തെ ഒരു വാശി കുട്ടിക്കുണ്ട്, ചെറിയ വാശിയാണ് അതുണ്ട്. അപ്പോൾ അവൾക്ക് കേക്ക് മുറിക്കാൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗൈസ്. എല്ലാവർക്കും വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേക്ക്. പിന്നെ നമുക്ക് കപ്പ് കേക്ക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും കുട്ടികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആയാലും എന്തെങ്കിലും പ്രോഗ്രാം വെക്കുമ്പോൾ കേക്കോ അല്ലെങ്കിൽ ഫുഡോ നമുക്ക് ഏൽപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടാവും, നന്നായിരിക്കുമോ കാരണം ഇത്രയും പേരെ വിളിച്ചിട്ട് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ നന്നായിരിക്കുമോ നല്ലതായിരിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടാവും, ആരെ ഏൽപ്പിക്കണം എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട, ഇവരുടെ പേജ് ഞാൻ എന്തായാലും കൊടുക്കാം നിങ്ങൾക്ക്. നമ്മുടെ തൃശ്ശൂർ അക്കിക്കാവിലാണ് കേട്ടോ ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവരെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഷിവു ആണെന്നുണ്ടെങ്കിൽ അതേ കേക്ക് കഴിക്കുന്ന തിരക്കിലാണ്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മധുരമുള്ളതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. അത് മധുരം ഇഷ്ടമാണ്, പക്ഷേ എല്ലാം അങ്ങനെ കഴിക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അവൾക്ക് പറ്റിയത് മാത്രമേ അവൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും കേക്കിനെ പറ്റി നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങനൊരു അതായത് ഷിവുവിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് നടത്തുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഇത്ര നന്നാവൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്തോ എല്ലാം കൊണ്ടും നല്ലൊരു ഇതായി. ഞങ്ങളുടെ ഫാമിലി തന്നെ എല്ലാവരും കൂടെ ഒന്നായി ഒരുമിച്ചിരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ അമ്മമാരും എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുമിച്ചിരുന്ന് നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പിരിയുക എന്ന് പറയുമ്പോൾ നല്ല എല്ലാവർക്കും നല്ല ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ അവൾക്ക് മേടിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ എല്ലാവരും നിൽക്കണേ നമ്മൾ കുറച്ച് പേർക്ക് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഉണ്ണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വർക്കിംഗ് ഡേയ്സ് ആയ കാരണം കൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. കുറച്ച് പേര് വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ട്. 2 റൂമിലേക്ക് ഒതുങ്ങിയ പോലെയുള്ളവർ കുറച്ച് പേര് നിൽക്കുന്നുള്ളൂ. പിന്നെ അമ്മയും അച്ഛനും കുട്ടുവിൻ്റെ അമ്മ അവരൊക്കെ പോവാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ പിള്ളേഴ്സ് മാത്രമാണ് നിന്നിട്ടുള്ളത്. എൻ്റെ ചേച്ചി പിന്നെ വലിയച്ഛൻ്റെ മോള്, അങ്ങനെ നമ്മൾ കുറച്ച് പേര് മാത്രം, വലിയച്ഛൻ്റെ മക്കൾ അവർ മാത്രമാണ് നിന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും പോയി. പിന്നെ ഷിവുവിന് വിജി ഒരു റെഡ് ഫ്രോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഷിവുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഓൾറെഡി അവൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ അപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടിയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടിയിച്ചു കേട്ടോ. ആ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടിയിപ്പിച്ചു. പിന്നെ അവിടെ മറ്റേ ഹോഴ്സ് റൈഡ് ഉണ്ട്. അപ്പോൾ അതിന് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശിയായിരുന്നു. പിന്നെ അതിലൊക്കെ കയറ്റി. പിന്നെ അതിനിടയ്ക്ക് ഫ്രോക്ക് ഇട്ട് കൊടുത്തു. ആ ഫ്രോക്ക് ഇട്ടിട്ടാണ് അവൾ ഹോഴ്സ് റൈഡിന് കയറിയത്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വൈബുള്ള സ്ഥലം, ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ നടന്നിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ പറയാം. കാരണം വീട്ടിൽ വയ്ക്കാമെന്ന് പിന്നെ വിചാരിച്ചു വേണ്ട, ഈ 4th ബർത്ത്ഡേ എന്തായാലും കുറച്ചും കൂടി നന്നായിട്ട് പുറത്ത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ചേച്ചിയും ചേട്ടനും എപ്പോഴും ഡ്രസ്സാണ് കേട്ടോ ശിവന് കൊണ്ടുവരാറ്. ഡ്രസ്സ് കൊണ്ടുവരുന്ന എന്തെങ്കിലും ടോയ്സും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവൾക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
വല്യച്ഛൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല വല്യച്ഛ, എനിക്ക് പിന്നെ ഗിഫ്റ്റ് തന്നാൽ മതി, ഇപ്പം സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഓക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും വക വലിയ സർപ്രൈസും കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് 2 ടോയ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചെറിയ ബോക്സിൽ അവൾക്ക് വേണ്ട മാല, പിന്നെ മൈലാഞ്ചി, കുഞ്ഞു മൈലാഞ്ചി, അതുപോലെ എന്താ പറയുക ക്ലിപ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് അതിലുണ്ടായിരുന്നു. കുട്ടി കുട്ടി ഐറ്റംസ് ശിവനുള്ളത് അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അവൾക്ക് അപ്പം തന്നെ പൊളിച്ച് നോക്കാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, വാശി പിടിക്കണമെങ്കിൽ വേണ്ട, കൊടുത്തോന്ന് പറഞ്ഞിട്ട് അവൾക്കത് കൊടുത്തു. അല്ലെങ്കിൽ അവൾ ആകെ അലമ്പുണ്ടാക്കും, മണലിൽ കിടന്ന് ഉരുളും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കൊടുത്തു, അതിങ്ങനെ പിടിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതവളുടെ ദിവസമാണല്ലോ, അപ്പോൾ അവൾ ഒട്ടും കരയിക്കണ്ട എന്നുള്ള ഇതിലാണ്. പക്ഷേ വല്ലാണ്ട് വാശി പിടിക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ച് നിൽക്കാറുമില്ല, ഞാൻ നല്ല ചീത്ത പറയാറുണ്ട്. അപ്പം അന്നത്തെ ദിവസം വേണ്ട, കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാവരും. അങ്ങനെ ശിവുവിനുള്ള ഗിഫ്റ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചത് കുട്ടുവിൻ്റെ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഫുഡൊക്കെ ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ ബോക്സിൽ മാലകളും കുഞ്ഞും മറ്റേ മുത്തുമാലകൾ, ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്പ്, പിന്നെ അവൾക്കൊരു വള, അങ്ങനത്തെ കുറേ ഐറ്റംസ് അതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വലിയ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. അങ്ങനെ നൈറ്റ് വെച്ചാൽ ഒരു സന്ധ്യ സമയമായി അവർ ഹോഴ്സ് റൈഡിന് ഇറങ്ങിയേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഇന്നത്തോടു കൂടി ആ ദിവസം പിരിഞ്ഞു. പിന്നെ അതേ മോർണിംഗ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേയുടെ വ്ളോഗ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ നേരെ ശിവന് അംഗനവാടിയിലേക്ക് ഫ്രോക്ക് ഇട്ടിട്ടാണ് പോയത്. കാരണം ഞങ്ങൾ ന്യൂ ഇയറിന് ഞാൻ കേക്ക് മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശിവുവിൻ്റെ അംഗനവാടിയിലെ ലാസ്റ്റ് സമയം അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ കേക്ക് വാങ്ങിയിട്ട് വരുന്നു ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, അവരെ പാരൻസിനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ന്യൂ ഇയർ ആഘോഷം ഞങ്ങൾ അംഗനവാടിയിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.